ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നില്ലാത്ത ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ 3 കാര്യവും നിങ്ങൾ നോക്കുന്നില്ലായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നല്ല ഭക്ഷണം, ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം. എന്തിനാണ് നല്ല ഭക്ഷണം? നമ്മുടെ ശരീരത്തിലെ ഓരോ ജീവൽ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഭക്ഷണം എന്ന ഇന്ധനം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ചെല്ലണം. അത് എന്തെങ്കിലും ചെന്നാൽ പോരാ, നല്ല ഭക്ഷണം തന്നെ ചെല്ലണം. അടുത്തതായി കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യണം എന്നുള്ളതാണ്. സാധാരണ വ്യായാമങ്ങൾ ചെയ്താൽ പോലും നമ്മുടെ ശരീരത്തിലെ പേശി വ്യവസ്ഥയും നാഡീ വ്യവസ്ഥയും റെസ്പിറേറ്ററി സിസ്റ്റത്തെയൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ സാധിക്കും. എന്നാൽ യോഗയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 12ഓളം ശരീരവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ വ്യവസ്ഥകളെ എല്ലാം നമുക്ക് ആക്ടിവേറ്റ് ആക്കാൻ സാധിക്കും. അടുത്തതായിട്ട് വിശ്രമമാണ്. കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് രാത്രിയിൽ ഉറക്കം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നതിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരഭാരം നിയന്ത്രിതമായി നിർത്തുന്നതിനുമെല്ലാം കൃത്യമായിട്ടുള്ള വിശ്രമം നമ്മളെ സഹായിക്കുന്നു. അതിൽ യോഗയിലൂടെ ചെയ്യുന്ന യോഗ നിദ്രാസന അല്ലെങ്കിൽ ശവാസന 7-8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നതിന്റെ ബെനിഫിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തരുമെന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ളൊരു കാര്യം.